2025 കേരള വന ഭേദഗതി ബിൽ, 2025 വന്യജീവി സംരക്ഷണ ഭേദഗതി ബിൽ. വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ 2025 കേരള വന ഭേദഗതി ബിൽ, 2025 വന്യജീവി സംരക്ഷണം കേരള ഭേദഗതി ബിൽ എന്നിവ അവതരിപ്പിക്കേണ്ടതാണ്. സർ, ബില്ലുകൾ അവതരിപ്പിക്കുന്നു. 2025 കേരള വന ഭേദഗതി ബിൽ, 25 വന്യജീവി സംരക്ഷണ ബിൽ എന്നീ രണ്ട് ബില്ലുകളാണ് സബ്ജക്ട് കമ്മിറ്റിയുടെ 10ന്റെ പരിഗണനയ്ക്ക് അയക്കണമെന്ന് ഇവിടെ ഞാൻ അവതരിപ്പിക്കുകയാണ്. ബിൽ അവതരിപ്പിച്ചിരിക്കുന്നു. വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ 2025 കേരള വന ഭേദഗതി ബിൽ, 2025 വന്യജീവി സംരക്ഷണം കേരള ഭേദഗതി ബിൽ എന്നിവയും വനവും പരിസ്ഥിതിയും വിനോദസഞ്ചാരവും സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി 10ന്റെ പരിഗണനയ്ക്ക് അയക്കണമെന്ന് ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സർ, 2025 കേരള വനം ഭേദഗതി ബിൽ, 25 വന്യജീവി സംരക്ഷണം കേരള ഭേദഗതി ബിൽ എന്നിവ വനവും പരിസ്ഥിതിയും വിനോദസഞ്ചാരവും സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി 10ന്റെ പരിഗണനയ്ക്ക് അയക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കും. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. മന്ത്രിക്ക് സംസാരിക്കാവുന്നതാണ് വേണമെങ്കിൽ. സർ, ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിലെ മലയോര മേഖലയിൽ പ്രത്യേകിച്ചും സംസ്ഥാനത്ത് പൊതുവെയും കഴിഞ്ഞ കുറേ കാലമായി ചർച്ച ചെയ്യപ്പെടുന്ന ജനജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഈ ഒരു നിയമ ഭേദഗതിയിലൂടെ പരിഹരിക്കാനുള്ള ശ്രമം കേരള സർക്കാർ ചെയ്യുന്നത്. രണ്ട് ബില്ലിൽ ഒന്ന് കേരള വന ഭേദഗതി ബില്ലാണ്. അതിൽ നിരവധി മാറ്റങ്ങൾ കർഷക സമൂഹം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ചന്ദനമരം മുറിച്ച് വിൽപ്പന നടത്താൻ അവർക്ക് അധികാരമില്ല എന്ന് മാത്രമല്ല, അവിടങ്ങളിലെ ചന്ദനമരങ്ങൾ മുറിച്ചാൽ, ആരെങ്കിലും മുറിച്ചു കൊണ്ടുപോയാൽ ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് സ്ഥലമുടമസ്ഥൻ്റെ പേരിലാണ് ഇപ്പോൾ കേസെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചന്ദനമരം വെച്ചുപിടിപ്പിക്കാനും ആ കൃഷി വ്യാപകമാക്കാനും സർക്കാർ ആവിഷ്കരിക്കുന്ന പരിപാടികളോട് സഹകരിക്കാൻ കർഷക സമൂഹത്തിന് കഴിയുന്നില്ല. നമ്മുടെ സംസ്ഥാനം 1 കോടി ചന്ദന തൈകൾ നട്ടുവളർത്താനുള്ളൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. പക്ഷേ മുറിക്കാൻ പോയാൽ ജയിലിൽ പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആരും തന്നെ അതിന് തയ്യാറാവുകയില്ല. ആ സാഹചര്യത്തിൽ സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരം വനം വകുപ്പ് മുഖേന മുറിച്ച് വിൽപ്പന നടത്താൻ പര്യാപ്തമായൊരു ഭേദഗതിയാണ് ഇതിലൂടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ ചന്ദനമരം മുറിച്ച് ഡിപ്പോയിൽ ഏൽപ്പിച്ചാൽ അവർക്ക് ചന്ദനമരത്തിൻ്റെ വില ആദ്യമായി തന്നെ കർഷകന് ലഭ്യമാക്കുന്ന വിധത്തിലുള്ള ക്രമീകരണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അത് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറെ അനുഗ്രഹമായ ഒരു ബില്ലായിരിക്കും ഒരു നിയമമായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. അതുപോലെ തന്നെ പല നിസ്സാര കേസുകളുണ്ട്. ആ കേസുകൾ വർഷങ്ങളോളം പോയി കോടതിയിൽ കെട്ടിക്കിടക്കുകയാണ്. കേസൊട്ട് തീരുകയുമില്ല. അതിൻ്റെ പ്രയോജനം വകുപ്പിനോ ജനങ്ങൾക്കോ കിട്ടുകയുമില്ല എന്ന വല്ലാത്തൊരവസ്ഥയിൽ കഴിയുന്ന ഈ സാഹചര്യത്തിൽ കോടതിയിൽ എത്തുന്ന വനകുറ്റകൃത്യങ്ങൾ കോമ്പൗണ്ട് ചെയ്യാനുള്ള വ്യവസ്ഥ കൂടി ഇതിൽ ചേർത്തിട്ടാണ് ഈ ബില്ലിലെ ഭേദഗതി സഭയുടെ മുമ്പാകെ ഞാൻ അവതരിപ്പിക്കുന്നത്. ഈ രണ്ട് ഭേദഗതിയോടുകൂടി കർഷകർക്ക് വലിയൊരു ആശ്വാസം നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെയാണ് സർ കേരള വന്യജീവി സംരക്ഷണ ഭേദഗതി ബിൽ. സർ, ഏറ്റവും രൂക്ഷമായ പ്രശ്നമാണ് ഇന്ന് രാവിലെയും ഈ സഭയിലെ അംഗങ്ങൾ നടത്തിയത്. അത് അവരുടെ
അനുഭവത്തിൽ നിന്നുള്ള ഉത്കണ്ഠയാണ്. ആ ഉത്കണ്ഠ പരിഹരിക്കാൻ എന്തുതന്നെ ശ്രമിച്ചാലും 972 കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാലോചിതമായ മാറ്റം വരുത്തണമെന്ന് ഈ സഭ തന്നെ ഐക്യകണ്ഠേന പ്രമേയത്തിലൂടെ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ഈ ആവശ്യം ഈ പ്രമേയം പാസ്സാക്കുന്നതിന് മുമ്പും അതിനുശേഷവും പലവട്ടം നേരിട്ടും കത്ത് മുഖാന്തരവും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അവർ അപ്രായോഗികമായ വ്യവസ്ഥകൾ അങ്ങനെ തന്നെ തുടരട്ടെ എന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഏറ്റവും ഒടുവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാനും ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ശ്രീ കെ രാജനും കേന്ദ്രമന്ത്രിയെ നേരിട്ട് കണ്ട് കേരളം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ശ്രദ്ധയപ്പെടുത്തുകയുണ്ടായി. നിഷേധാത്മകമായ നിലപാട് എന്ന വാക്ക് കഠിനമാണെങ്കിൽ അത് ഞങ്ങൾക്ക് അവിടെ നിന്നും അനുഭവിക്കേണ്ടി വന്നു. അതുകൂടാതെ കേരള നിയമസഭയുടെ സബ്ജക്ട് കമ്മിറ്റി അംഗങ്ങൾ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയെ നേരിട്ട് ചെന്ന് സബ്ജക്ട് കമ്മിറ്റിയുടെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ, അത് കണ്ടെത്തിയിട്ടുള്ള പ്രയാസങ്ങൾ കേന്ദ്രമന്ത്രിയോട് ശ്രദ്ധയപ്പെടുത്തുകയുണ്ടായി. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ശ്രീ സണ്ണി ജോസഫ് ഈ സഭയിലേക്ക് കടന്നു വരുന്നത്. സർ, ആ ടീമിൻ്റെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട സണ്ണി ജോസഫ് ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം ഞാൻ സൂചിപ്പിച്ചതാണ്. അങ്ങനെ ഞങ്ങളെല്ലാം ചേർന്ന് കണ്ടിട്ടും ഇവിടെ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ലാത്ത കാര്യത്തിൽ നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചപ്പോൾ എങ്ങനെ കർഷക സമൂഹത്തെ സഹായിക്കാൻ കഴിയും എന്ന ഒരു ആലോചനയാണ് പിന്നീട് ഞങ്ങൾ നടത്തിയത്. അങ്ങനെ പരിശോധിച്ചപ്പോൾ ഇത് കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു നിയമമാണ്. ആ നിയമത്തിൽ ഭേദഗതി വരുത്തണമെങ്കിൽ ഏറ്റവും ഒടുവിൽ ആ ഭേദഗതി ബിൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് സമർപ്പിക്കേണ്ടി വരും എന്ന് ചില നിയമവിദഗ്ധന്മാർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ആ നിയമപരമായ കാര്യങ്ങൾ AGയോടും മറ്റ് നിയമവിദഗ്ധന്മാരുമായും കേരളത്തിൻ്റെ നിയമ വകുപ്പുമായും ചർച്ച ചെയ്തപ്പോൾ ഇങ്ങനെയൊരു നിയമ ഭേദഗതി അവതരിപ്പിക്കുന്നതിൽ മറ്റ് തടസ്സങ്ങളൊന്നുമില്ല എന്ന ഉപദേശമാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു ബില്ല് കൊണ്ടുവന്നത്. ഇതിലെ പ്രധാനപ്പെട്ട ആവശ്യം കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാനുള്ള ഒരു ഭേദഗതി നമുക്ക് ആവശ്യമാണ്. അങ്ങനെ വന്നാൽ ഈ പറയുന്നത് പോലുള്ള നടപടികളൊന്നും ഇല്ലാതെ തന്നെ കാട്ടുപന്നിയെ വെടിവെക്കാനും നാം സഭയിലെ പല അംഗങ്ങളും പരസ്യമായി എന്ന് ഞാൻ പറയുന്നില്ല, സംസാരത്തിൽ അതിൻ്റെ ഇറച്ചി ഭക്ഷിക്കാനും കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് ശരിയായ വഴിയെന്ന് ഞാനും കരുതുകയാണ്. അതേപോലെ തന്നെയാണ് സർ, അതല്ല, നല്ലതാണെന്ന് പറഞ്ഞാൽ നല്ലതാണെന്ന് പറയുന്നതിൽ കുഴപ്പമില്ലല്ലോ. ഏറ്റവും മറ്റൊരു ഗുരുതരമായ അവസ്ഥ എന്ന് പറയുന്നത് കേന്ദ്രമന്ത്രിയും മന്ത്രിസഭയിലുമായിട്ട് ബന്ധപ്പെട്ട ആളുകളും കേരളത്തിൽ വരുമ്പോൾ ഇതിനെല്ലാം അധികാരം കേരള സംസ്ഥാന സർക്കാരിനുണ്ടെന്നും സംസ്ഥാന സർക്കാർ ആവശ്യമായതാണ് ചെയ്യുക എന്ന് പറയുകയും ചെയ്തു. ഞങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 കത്തുകൾ അയച്ചു. ഒന്ന്, മന്ത്രി എന്നുള്ള നിലയിൽ ഞാനും, അത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ചുമതലയുള്ള ക്യാബിനറ്റ് മന്ത്രിയോടാണ് ഞാൻ കത്തയച്ചത്. ഗവൺമെൻറ് എന്ന നിലയ്ക്ക് ക്യാബിനറ്റിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവിടുത്തെ ക്യാബിനറ്റ് സെക്രട്ടറിക്ക് അവിടുത്തെ സെക്രട്ടറിക്ക് കത്തയക്കുക. ഈ രണ്ടിനും 2 മറുപടിയാണ് സർ കിട്ടിയത്. കേന്ദ്രമന്ത്രി അധികാരമുണ്ട് എന്ന് പറയുകയും സെക്രട്ടറിയുടെ കത്തിൽ അധികാരമില്ല എന്ന് പറയുകയും ചെയ്യുന്ന 2 നയം സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ 2 തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് സർക്കാർ വിരുദ്ധ മനോഭാവം വളർത്തുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ ഗൂഢാലോചന വരെ നടന്നു എന്ന് ഈ ഘട്ടത്തിൽ ഇവിടെ പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് പറയുകയാണ്. അതുകൊണ്ട് ഈ 2 ബില്ലുകളും ജനങ്ങൾക്കേറെ ആശ്വാസം നൽകുന്ന, ജനങ്ങൾ ബില്ല് അവതരിപ്പിക്കുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ആശ്വാസപൂർവ്വം സ്വാഗതം ചെയ്ത ഈ 2 നിയമഭേദഗതികളും ഐക്യകണ്ഠേന പാസാക്കി തരണമെന്ന് ഇത് ഈ ഘട്ടത്തിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് അയച്ചു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. 2 ബില്ലുകളും അവിടെ വരുന്ന ഭേദഗതികളും ശുപാർശകളും കൂടി പരിഗണിച്ചതിന് ശേഷം സഭയിൽ വീണ്ടും
അവതരിപ്പിക്കുക എന്ന നടപടിക്രമം പാലിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ബില്ല് നിയമവിധേയമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെയും പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുന്നു. രണ്ട് ബില്ലുകൾ സംബന്ധിച്ച് ചർച്ച ഒന്നിച്ച് നടത്താവുന്നതാണ്.